രാജ്യത്തെ നടുക്കി വീണ്ടും ഒരു വിമാന ദുരന്തം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു മലയാളി ഉൾപ്പെടെ 241 പേർ മരണമടഞ്ഞു. അതേസമയം ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 38 വയസ്സുകാരൻ വിശ്വാസ് കുമാർ രമേശാണ് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടത്. ഇയാൾ ചികിത്സയിലാണ്. അപകടം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും ഉൾപ്പെടെ പ്രതികരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവും ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനും ഐസൺ ജോസും ചേരുന്നു. ആദ്യം ഗൗതമിലേക്ക്. ഗൗതം, ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഈ മണിക്കൂറിൽ? രോഹിണി, ഇപ്പോൾ ഈ ദുരന്ത സ്ഥലത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി റാം മോഹൻ നായിഡു, അതുപോലെ തന്നെ വ്യോമയാന വകുപ്പിന്റെ സഹമന്ത്രിയായിട്ടുള്ള മുരളീധർ മഹോൽ, ഒപ്പം ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വി തുടങ്ങിയവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വിമാനം വന്ന് ഇടിച്ചു കയറിയ ഈ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ, അതോടൊപ്പം തന്നെ അതിന്റെ പരിസര പ്രദേശങ്ങൾ അതെല്ലാം നേരിലെത്തി കാണുകയും സ്ഥിതി വിവരം നേരിട്ട് ചോദിച്ചറിയുകയും ഒപ്പം വേണ്ട മറ്റ് പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ നാടുകളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെതായ കാര്യങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ അഹമ്മദാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ അഹമ്മദാബാദിലേക്ക് യാത്ര തിരിച്ചത്. അദ്ദേഹം ഇപ്പോൾ ഈ സംഭവ സ്ഥലമെല്ലാം സന്ദർശിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നിലവിൽ ഈ 242-ൽ 241 പേർ മരണപ്പെട്ടു എന്നത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളും അഹമ്മദാബാദിലെ പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 പേരും മരണപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും രമേശ് കുമാർ വിശ്വാസ് എന്ന ഒരാൾ, 38 വയസ്സുകാരൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ സാഹസികമായി ഈ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹം ഈ എമർജൻസി എക്സിറ്റ് കൃത്യമായി ഉപയോഗപ്പെടുത്തിയതാണ് ജീവൻ രക്ഷിക്കാൻ കാരണമായത്. വിമാനം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് തന്നെ എമർജൻസി എക്സിറ്റിലൂടെ ഈ 38-കാരൻ പുറത്തേക്ക് ചാടി. അതിനാൽ ആ ചാടുന്ന ഘട്ടത്തിലുണ്ടായിട്ടുള്ള ചെറിയ മുറിവുകളും ചെറിയ ഈ പരിക്കുകളും ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആരോഗ്യവാനാണ്. അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ചികിത്സിച്ച ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ബാക്കിയുള്ള 241 പേർക്കും ജീവൻ നഷ്ടമായി എന്ന ദുഃഖകരമായ വാർത്തയാണ്. ഇതിൽ 204 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കാരണം വിമാനം പൂർണ്ണമായി കത്തുകയായിരുന്നു. അതിനാൽ മൃതദേഹങ്ങൾ തപ്പിയെടുക്കുക എന്നത് തന്നെ വളരെ ദുഷ്കരമായ ദൗത്യമാണ്. ഇപ്പോൾ ഈ വിമാനത്തിനുള്ളിൽ നിന്നും 204 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ തുടരുകയാണ്. രോഹിണി, ഗൗതം, അതോടൊപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ DGCA 5-അംഗ പാനൽ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം എയർ ഇന്ത്യ CEOയെ വിളിച്ചു വരുത്തും എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അന്വേഷണം ഏത് രീതിയിലായിരിക്കും നിലവിൽ പുരോഗമിക്കുക? രോഹിണി, DGCയുടെ അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. വിമാന അപകടങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംഘം തന്നെ DGCAയ്ക്കുണ്ട്. അവരാണിപ്പോൾ ഈ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ അന്വേഷണ പുരോഗതി സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നില്ല. മാത്രമല്ല, വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്തിയതായി നമുക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ല. നമുക്കറിയാവുന്നതുപോലെ വിമാന അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അപകടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അതിലെ ഇൻഫർമേഷൻസ് ശേഖരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ വിമാനം പൂർണ്ണമായി കത്തിയിരിക്കുന്നതിനാൽ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ ആ പ്രദേശത്ത് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ അത് തിരയുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും കൃത്യമായി ഈ അപകടത്തിന്റെ കാരണം ഈ അന്വേഷണ സംഘത്തിന് ലഭിക്കും. അതോടൊപ്പം തന്നെ വിമാനത്തിന്റെ പഴക്കം, അതോടൊപ്പം തന്നെ അതിന്റെ എഞ്ചിന്റെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതകൾ, ഈ വിഷയങ്ങളൊക്കെ തന്നെ വിശദമായി ഈ അന്വേഷണ സംഘം അന്വേഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ ഈ സംഭവ സ്ഥലം സന്ദർശിച്ച വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ഇക്കാര്യം അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ ഇത് സംഭവിച്ചു എന്നതാണ് അന്വേഷണത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം. അതിന്റെ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവരും. അതിൽ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യോമയാന മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിമാന അപകടമായതിനാൽ ഇതിന്റെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെ കണ്ടെത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്തുകൊണ്ട് ഇത്തരം ഒരു ദുരന്തമുണ്ടായി എന്ന ഒരു വിശദീകരണം അന്വേഷണ സംഘത്തിനും അതോടൊപ്പം തന്നെ സർക്കാർ വൃത്തങ്ങൾക്കും നൽകാൻ കഴിയത്തുള്ളൂ. നിലവിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്.
പറയുന്നുണ്ട്. അതായത് ഈ വിമാനത്തിന്റെ താഴ്ഭാഗം, അതായത് ബാക്ക് സൈഡ് ഒരു മരത്തിൽ ഇടിച്ചു, അതാണ് അപകട കാരണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷികൾ തട്ടിയതാണ് എന്ന നിഗമനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് എഞ്ചിൻ തകരാർ ഉണ്ടായിരുന്നുവെന്നും ഡൽഹിയിൽ നിന്ന് ഈ വിമാനം അഹമ്മദാബാദിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ വിമാനത്തിന് ചില പന്തികേട് ഉണ്ടായിരുന്നുവെന്ന് അതിനകത്ത് യാത്രക്കാർ അഭിപ്രായപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പലതരത്തിലുള്ള നിഗമനങ്ങളും പല വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഈ അന്വേഷണ സംഘം കൃത്യമായി ഇതിന്റെ വിഷയങ്ങൾ എന്താണ്, ഈ കാരണം ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്താണ്, കാരണം 1:38 ഈ വിമാനം പറന്നുയർന്ന ശേഷം കേവലം 5 മിനിറ്റ് മാത്രമാണ് വിമാനം എയറിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് നിലം പതിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. വിമാനം ഈ സർദാർ വല്ലഭഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന ശേഷം ഈ എയർപോർട്ടിന്റെ പരിസരത്ത് തന്നെയുള്ള ഒരു കെട്ടിടത്തിലേക്കാണ്, ഒരു മെഡിക്കൽ കോളേജിന്റെ മെസ്സിലേക്കാണ് ഈ വിമാനം ഇടിച്ചു കയറുന്നത്. അല്ലാതെ ഇതിന് മുകളിലേക്ക് ഉയരാൻ സാധിക്കാതെ ഇതിന്റെ ബാലൻസ് തെറ്റി തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക്, ജനവാസ കേന്ദ്രത്തിലേക്ക് വിമാനം പതിക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്നത് തീർച്ചയായിട്ടും ഈ അന്വേഷണ സംഘം അത് സംബന്ധിച്ചുള്ള പ്രാഥമികമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ വിവരം ഈ അന്വേഷണ സംഘത്തിന് ലഭ്യമാകും. രോഹിണി.